ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്ഷണം കഴിച്ചിട്ട് അലീനയെ വിളിച്ചാൽ മതിയെന്ന് മാമച്ചനും ഗ്രേസുമയും പറഞ്ഞിട്ടും രേവതിക്കുട്ടിക്ക് അത്രയും ക്ഷമയുണ്ടായില്ല. അവൾ അപ്പോൾ തന്നെ റൂമിൽ പോയി ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന സെൽഫോൺ എടുത്തുകൊണ്ട് വന്നു. തിരിച്ച് ഡൈനിങ് റൂമിൽ എത്തുന്നതിനിടയിൽ അവൾ അലീനയുമായി സംസാരിച്ചു കഴിഞ്ഞു. അലീന എന്തു പറഞ്ഞു? ഗ്രേസമ്മ അത്യാകാംക്ഷയോടെ ചോദിച്ചു. വീട്ടുപാര് കൊട്ടാരമറ്റത്തിൽ നിന്ന് തന്നെയാ ആൻറ്റി, രേവതിക്കുട്ടി അറിയിച്ചു. ഉറപ്പാണല്ലോ? മാമച്ചൻ ഉദ്വേഗഭരിതനായി ചോദിച്ചു. അതേയെന്ന് അലീന ചേച്ചി ഇപ്പം തന്നെ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാമച്ചൻ അന്തം വിട്ടിരിക്കുകയാണ്. ഗ്രേസമ്മയുടെ മുഖത്തും ഒരമ്പരപ്പുണ്ട്. എന്തു പറ്റി രണ്ടുപേർക്കും? രേവതിക്കുട്ടി ഉത്കണ്ഠയോടുകൂടി ആരാഞ്ഞു. ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരെ തന്നെയാണോ ഈ അവതക്കുട്ടിച്ചായനും കൂട്ടരും? ഇപ്പം അങ്ങനെയാണല്ലോ കാണുന്നത്. ഷെറിൻ്റെ വീട്ടുപേര് കൊട്ടാരമറ്റത്തിൽ, അപ്പൻ്റെ പേര് അവതക്കുട്ടിച്ചായൻ, അമ്മയുടെ പേര് ചിന്നമ്മ. സഹോദരങ്ങളിൽ ആർബർട്ടിനെയും എനിക്കറിയാം. മൂത്തയാൾ ഔസേപ്പച്ചൻ, മാമച്ചൻ ആശ്ചര്യത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴെനിക്ക് സ്റ്റാൻലി ജോസഫിനെയും ഓർമ്മ വരുന്നുണ്ട്. ഷെറിൻ്റെ മൂത്ത സഹോദരൻ മിലിറ്ററിയിലായിരുന്നെന്ന് ഷെറിൻ്റെ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പേരും മറന്നുപോയത് കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ അങ്കിളെ, നമ്മൾ പുനലൂർ പോയില്ലേ? അത് ഈ ഔതക്കുട്ടിച്ചായൻ്റെ വീട്ടിലായിരുന്നോ? രേവതി അത്ഭുതത്തോടു കൂടി ചോദിച്ചു. ആയിരിക്കണമല്ലോ. അതായത് അലീന ചേച്ചിയുടെ പപ്പയുടെ തറവാട്ടിൽ. അതെ, അന്ന് നമ്മളിവിടെ വെച്ച് കണ്ടത് അലീനയുടെ സ്വന്തക്കാരെയായിരുന്നു. പിന്നല്ലാതെ. ഈശ്വര, അങ്ങനെയാണെങ്കിൽ നമ്മളെ അവതക്കുട്ടിച്ചായനെ അന്നു കണ്ടില്ലായിരുന്നു അങ്കിളെ. ശരിയാണ്, അന്ന് ഷെറിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ അവളുടെ അപ്പനും ഉണ്ടായിരുന്നു കൂടെ, ഗ്രേസമ്മ പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. നമുക്കെന്താ അബദ്ധം പറ്റിയതുപോലെ തോന്നുക. ഷെറിൻ ചേച്ചിക്ക് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? ഇപ്പോൾ 30 വയസ്സിൽ കൂടുതലുണ്ടാവാൻ വഴിയില്ല. അപ്പോൾ അലീന ചേച്ചിയുടെ വല്യപ്പനോ? ഒരു 75 കാണുമായിരിക്കും അല്ലേ മാമച്ച? കൂടി വന്നാൽ 77. ഏറ്റവും ഇളയ മകളാണല്ലോ ഷെറിൻ. അവൾ ഉണ്ടായപ്പോഴേക്കും ബാക്കിയുള്ള മക്കളെല്ലാം ഒരുമാതിരി വലുതായി. എന്നാലും ഭയങ്കര അതിശയമായി പോയി കേട്ടോ. അതുതന്നെയാണോ അങ്കിളെ? അതോ വേറൊരു കൊട്ടാരമറ്റം, വേറൊരു ഒതക്കുട്ടിച്ചായനും ഉണ്ടോ പുനലൂര്? മാമച്ചനും ഗ്രേസാമ്മയും ഉത്തേജിതരായി ഇരിക്കുകയാണ്. അലീന ഷെറിൻ്റെ സഹോദരൻ്റെ മകളാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ അനന്തമായ സാധ്യതകൾ തെളിഞ്ഞു. അലീനയ്ക്ക് പുനലൂരിലെ തറവാട്ടിലേക്ക് കടന്നു ചെല്ലാം. ഷെറിനുമായിട്ട് സംസാരിക്കുകയും അവളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. അതുമാത്രമല്ല, അലീനയ്ക്ക് ഒരുപക്ഷെ ഷെറിൻ്റെ പ്രസവിച്ച കുഞ്ഞ് അപ്രത്യക്ഷമായ വഴികളിലൂടെ സഞ്ചരിച്ച് അതിനെ കണ്ടെത്താനും കഴിഞ്ഞേക്കാം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വീണ്ടെടുക്കണം. കാരണം അത് തങ്ങളുടെ മരിച്ചുപോയ മകൻ്റെ കുഞ്ഞാണ്. അവനും ഈ ഭൂമിയിൽ വസിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ജീവനുള്ള ഒരേയൊരു അടയാളമാണത്. അനാഥയായൊരു പെൺകുട്ടിയെ മകളെപ്പോലെ സ്നേഹിച്ച് സംരക്ഷിക്കുന്ന ദൈവം ഇങ്ങനെയായിരിക്കാം പ്രതിഫലം തരുന്നത്. പക്ഷേ ആ കുഞ്ഞ് ജീവനോടെയുണ്ടോ എന്ന നിശ്ചയമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനെ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നും അലീനയെ വിളിച്ചു നീ പറയണം. ഷെറിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അന്വേഷിക്കാൻ അവൾക്ക് എളുപ്പമായിരിക്കും, മാമച്ചൻ രേവതിക്കുട്ടിയോട് പറഞ്ഞു. എന്തായാലും അവതക്കുട്ടിച്ചായൻ അറിയാതെ ആ കുഞ്ഞ് എവിടെ മാഞ്ഞു പോകാൻ വഴിയില്ല. അലീനയോട് അവതക്കുട്ടിച്ചായനൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. രേവതിക്കുട്ടി പറയുന്നത് സത്യമാണെന്ന് അറിയാവുന്നതിനാൽ മാമച്ചൻ മിണ്ടിയില്ല. ഗ്രേസമ്മ പറഞ്ഞു. നമ്മളെക്കുറിച്ച് അവരോട് പറയരുതെന്ന് അലീനയോട് പ്രത്യേകം പറഞ്ഞേക്കണം. തൽക്കാലം നമുക്കവിടെ പോകുകയും വേണ്ട. ആർക്കും പ്രത്യേകിച്ചൊരു സംശയം തോന്നാത്ത വിധത്തിൽ അന്വേഷിച്ചാൽ മതി. ഞാൻ അലീന ചേച്ചിയോട് ഒന്നുകൂടെ ചോദിച്ച് ഉറപ്പാക്കാം ആ കൊട്ടാരമറ്റവും ഈ കൊട്ടാരമറ്റവും ഒന്നു തന്നെയാണോ എന്ന്. എന്നിട്ട് ഉണ്ടാ മതി മനപ്പായസം. ബേബിക്ക് സാന്ദ്രയ്ക്ക് കാര്യം എന്തെന്ന് പിടികിട്ടിയില്ല. സാന്ദ്ര ചോദിച്ചപ്പോൾ പിന്നീട് പറയാമെന്ന് ഗ്രേസമ്മ പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഫോൺ 2 തവണ റിങ് ചെയ്തപ്പോഴേക്കും അലീന എടുത്തു. രേവതിക്കുട്ടിയുടെ കോളായിരുന്നു. കാത്തിരിക്കുകയായിരുന്നു അവൾ. അല്പം മുമ്പ് രേവതിക്കുട്ടി വിളിച്ച് സംസാരിച്ചതിൽ നിന്ന് അവൾക്ക് ചിലതെല്ലാം ഊഹിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. അലീന ചേച്ചി, രേവതിക്കുട്ടി ശബ്ദം അവൾ കേട്ടു. ഞാനിവിടെ ഉണ്ടെടി. എന്തായി നിന്റെ ഇൻവെസ്റ്റിഗേഷൻ? ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേച്ചി ഞെട്ടല്ലേ? നീ വാചകം അടിക്കാതെ കാര്യം പറമോളെ. അലീന ചേച്ചി, ജയമോൻ ചേട്ടൻ സ്നേഹിച്ചിരുന്ന ആ പെണ്ണ് ആരാണെന്ന് ചേച്ചിക്ക് അറിയുമോ? ഷെറിൻ. ഷെറിൻ ആരാ? സാക്ഷാൽ കൊട്ടാരമറ്റത്തിൽ അവതക്കുട്ടിച്ചായൻ്റെ ഇളയ മകൾ, അലീന ചേച്ചിയുടെ പപ്പയുടെ അനുജത്തി. അലീന അത്ഭുതം കൊണ്ട് മിണ്ടാനാവാതെ മിഴിച്ചിരുന്നു പോയി. അലീന ചേച്ചി, ഇത് സത്യമാണോ മോളെ? ഇനി ഞാൻ ആണയിടണോ? ശരിക്കും അന്വേഷിച്ചിട്ടാണോ മോളെ നീ പറയുന്നത്? പിന്നല്ലാതെ. മാമച്ചനങ്ങളും ആൻറ്റിക്കും അറിയാലോ ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരെക്കുറിച്ച്. കുറേ വിവരങ്ങൾ അവതു വെച്ച് ഒത്തുനോക്കിയപ്പോൾ സംഗതി ശരിയാ. അല്ലെങ്കിൽ അലീന ചേച്ചി അവതക്കുട്ടിച്ചായനോട് ചോദിച്ചു നോക്ക്. നിൽക്ക്, ആദ്യം എനിക്കൊന്ന് ബോധ്യമാവട്ടെ. ഒന്നുകൂടെ പറഞ്ഞ് എല്ലാം വിശദമായിട്ട്. വിശ്വാസമാണില്ലല്ലേ? ആദ്യം എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഓർത്തിട്ടും അതിശയം തീർന്നില്ല. രേവതിക്കുട്ടി ഷെറിൻ്റെ പപ്പയുടെ പേര് അവതക്കുട്ടിച്ചായൻ എന്ന് തന്നെയാണെന്നും അമ്മയുടെ പേര് ചിന്നമ്മ എന്നാണെന്നും ആവർത്തിച്ചു പറഞ്ഞു.
ഷെറിൻ്റെ സഹോദരന്മാരുടെ പേര് കൂടി കേട്ടതോടെ അലീനയ്ക്ക് തീർച്ചയായി. തോട്ടത്തിൽ നിന്നും ജീപ്പ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആദക്കുട്ടിച്ചാൻ സ്റ്റാൻലിയോട് പറഞ്ഞു, നീ ആഫീസിലോട്ട് വരുമ്പോൾ അവളെ കൂടി കൊണ്ടുവരണം. ഇതിൻ്റെ നടത്തിപ്പൊക്കെ അവളെയും കൂടി കണ്ടുപഠിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാനാ? സ്റ്റാൻലി താൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ കരസ്ഥമാക്കിയ മിലിറ്ററി ജീപ്പ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആദക്കുട്ടിച്ചായൻ്റെ നേർക്ക് നെറ്റി ചുളിച്ചു നോക്കി. നിനക്ക് വല്ല വയ്യായികയോ മറ്റോ വരുമ്പോൾ അവൾ ഇതെല്ലാം വേണ്ടേ പോലെ നോക്കി നടത്തിക്കോളുമല്ലോ. അതിൻ്റെ ആവശ്യം വരില്ല. 1 വർഷത്തിനുള്ളിൽ ഞാൻ അവളുടെ കല്യാണം നടത്തും. അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണ്. അതിനിടയ്ക്ക് ഇവിടുത്തെ റബ്ബർ തോട്ടം ഭരിക്കാൻ പഠിക്കേണ്ട കാര്യമെന്താ? 1 കൊല്ലത്തിനകത്ത് കല്യാണം നടത്തണോ? പുര നിറഞ്ഞു നിൽക്കുന്നൊന്നും അല്ലല്ലോ. അവൾ വയസ്സ് 24 ആയിട്ടുള്ളൂ. ആദക്കുട്ടിച്ചാൻ ഓർമ്മിപ്പിച്ചു. എന്തിനാ വെച്ചു താമസിപ്പിക്കുന്നത്? അവൾ പഠിക്കുന്നില്ല, ജോലി കിട്ടാൻ കാത്തിരിക്കുന്നില്ല. അവൾക്കുള്ള സ്ത്രീധനത്തുക സംഘടിപ്പിക്കാനും കാലതാമസം വേണ്ട. പിന്നെ ആർക്കു വേണ്ടിയാ സമയം പാഴാക്കുന്നത്? 24 വയസ്സ് കല്യാണപ്രായം തന്നെയാണ്. എന്നാലും 1 കൊല്ലമെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നങ്ങ് പോകും. അവൾക്ക് നമ്മുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ലല്ലോ. ആരുടെ കൊതി തീർന്നില്ല? അലീനയുടേതോ അതോ അപ്പച്ചൻ്റെയോ? നീ എന്തൊക്കെ പറഞ്ഞാലും 1 കൊല്ലത്തിനകത്ത് അവളെ കെട്ടിച്ചുവിടാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മോളുടെ കല്യാണം നടത്താൻ അപ്പച്ചൻ്റെ സമ്മതം ആർക്കു വേണം? അവളുടെ സമ്മതം വേണമല്ലോ. ഞാൻ അവളോട് പറയാം, 2 കൊല്ലമെങ്കിലും കഴിയാതെ ഒരു കല്യാണത്തിന് സമ്മതം മൂളരുതെന്ന്. നിനക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടെന്നും അവൾക്കറിയാം. അതുകൊണ്ട് അവൾ ഞാൻ പറയുന്നതേ കേൾക്കൂ, ആദക്കുട്ടിച്ചായൻ പറഞ്ഞു. സ്റ്റാൻലിക്ക് ദേഷ്യം പിടിച്ചു. അപ്പച്ചൻ ഇന്ന് തന്നെ പുലൂർക്ക് വിട്ടു. ഞാൻ ബൈജുവിനോട് പറഞ്ഞേക്കാം കൊണ്ടുവിടാൻ. ഇനി ഇവിടെ നിൽക്കണ്ട. അല്ലെങ്കിലും എനിക്കല്ല അപ്പച്ചനെ സംരക്ഷിക്കാനുള്ള ചുമതല. ഇളയ മോൻ ഒരുത്തനുണ്ടല്ലോ, റോബിച്ചൻ, അവൻ്റെ കടമയാ. ഞാൻ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. വണ്ടി നിർത്ത്, ആദക്കുട്ടിച്ചാൻ ആജ്ഞാപിച്ചു. എന്തിന്? വണ്ടി നിർത്തടാ. സ്റ്റാൻലി സൈഡ് ഒതുക്കി ജീപ്പ് നിർത്തി. ആദക്കുട്ടിച്ചായൻ ജീപ്പിൽ നിന്നിറങ്ങി. എന്നിട്ട് സ്റ്റാൻലിയുടെ നേർക്ക് കയറി. നീ ആരാണെന്ന് നിന്റെ വിചാരം? നീ എന്നോടാ വലിയ കേണലായത്. എൻ്റെ മടി കിടന്ന് അപ്പിയിടുകയും മൂത്രമൊഴിക്കുകയും ചെയ്തിട്ടുള്ളവനല്ലേടാ നീ. അത് പറഞ്ഞ് ആദക്കുട്ടിച്ചായൻ കാലുകൾ നീട്ടിവെച്ച് നടപ്പ് തുടങ്ങി. അല്പനേരം അനങ്ങാതെ നിന്ന് സ്റ്റാൻലി ജീപ്പ് മെല്ലെ ഉരുട്ടി ആദക്കുട്ടിച്ചായൻ്റെ ഒപ്പം എത്തി. അപ്പച്ചൻ വണ്ടിയിലോട്ട് കയറ്. നിനക്ക് എന്നെ വണ്ടിയും കിണ്ടിയും ഒക്കെ ഉണ്ടായത്? അതൊന്നുമില്ലാത്ത കാലത്തും നല്ല അന്തസ്സായിട്ട് ജീവിച്ചാൻ ആദക്കുട്ടി. അപ്പോൾ അപ്പച്ചൻ കയറുന്നില്ലേ? ഇല്ല, നീ നിന്റെ പാട്ടിന് പോ. സ്റ്റാൻലി ജീപ്പ് ഓടിച്ചു പോയി. റബ്ബർ തോട്ടത്തിലൂടെ വളവ് തിരിയുമ്പോൾ നിറഞ്ഞ ഇറക്കമാണെന്ന് വളവുകൾക്കപ്പുറം ജീപ്പ് മറയുന്നത് നോക്കി ആദക്കുട്ടിച്ചായൻ നടന്നു. 1 കിലോമീറ്ററോളം നടന്ന് തോടിന് മീതെയുള്ള പാലത്തിലെത്തിയപ്പോൾ ജീപ്പ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. സ്റ്റാൻലി ബോണറ്റിൽ ചാരിയിരുന്നു ചുരുട്ട് വലിക്കുന്നുണ്ട്. ജീപ്പിനെ കടന്നു പോകാൻ ഭവതിച്ച ആദക്കുട്ടിച്ചായനോട് സ്റ്റാൻലി ചോദിച്ചു, പുനലൂർ വരെ നടക്കാനാണോ പ്ലാൻ? അത് ഞാൻ തീരുമാനിച്ചില്ല. എന്നാൽ ജീപ്പിലോട്ട് കയറും. വിസമ്മത ഭാവത്തിൽ ആദക്കുട്ടിച്ചായൻ നിന്നു. 2ാമത് പറയിക്കല്ലേ? സ്റ്റാൻലി മീശ വിറപ്പിച്ചു. ആദക്കുട്ടിച്ചായൻ പിണങ്ങി കുട്ടിയെപ്പോലെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. സ്റ്റാൻലിയും കയറി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നതിനിടയിൽ സ്റ്റാൻലി പറഞ്ഞു, അലീനയുടെ അപ്പനെന്ന നിലയിൽ എനിക്ക് ചില അവകാശങ്ങളുണ്ട്. അപ്പച്ചൻ അതിലൊന്നും കൈകടത്തരുത്. അതുപോലെ അവകാശം നിന്റെ കാര്യത്തിൽ എനിക്കുമുണ്ട്. നിന്റെ അപ്പനല്ലേടാ ഞാൻ. അവളുടെ വിവാഹകാര്യമൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും. അതിനിടയ്ക്ക് അപ്പച്ചൻ പാര വയ്ക്കരുത്. ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അവൾ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത്ര നല്ലൊരു ഭർത്താവിനെ മാത്രമേ ഞാൻ അവൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കൂ. അവൾക്ക് പക്ഷേ അവളുടേതായ ചില ഇഷ്ടങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അപ്പച്ചൻ തെളിച്ചു പറ. കഴിഞ്ഞൊരു ദിവസം ഒരു പയ്യൻ അവളെ കാണാൻ വന്നിരുന്നല്ലോ. അവർ തമ്മിൽ ഇഷ്ടമാണെന്നാ എൻ്റെ അറിവ്. അപ്പച്ചൻ എങ്ങനെ അറിയാം ഇഷ്ടമാണെന്ന്? സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. അവന് അവളോട് വലിയ സ്നേഹമാണ്. കല്യാണം കഴിക്കാൻ ആലോചനയുണ്ട്. അലീനയ്ക്കോ? ഞാൻ അവളോട് ചോദിച്ചു. അവൾക്കും ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. സ്റ്റാൻലി അല്പനേരം മൗനമായിരുന്നു. ഓരോ ചിന്ത ചിന്തയുടെ അവസാനത്തിലെത്തിയ മട്ടിൽ പറഞ്ഞു, സാരമില്ല, അവളെ ആരും ഇഷ്ടപ്പെടും. തിരിച്ചും ഒരിഷ്ടം തോന്നിയേക്കാം. ഈ പ്രായത്തിൽ അതെല്ലാം സ്വാഭാവികമാണ്. നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല അവളുടെ മനസ്സിൽ. അവന് വലിയ സ്ഥാനമുണ്ട്. അവനെ വലിയ കാര്യമാണ്. അവൾ ആ പാലാവീട്ടിലെ വേലക്കാരിയായിട്ട് നിന്ന സമയത്ത് അവൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ. പകരം അവനെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുത്തേക്കാം. അങ്ങനെയല്ല ലാലിച്ച. സമ്പത്ത് കാലത്ത് സഹായിച്ചവരെ ചിലപ്പോൾ മറന്നു പോയിരിക്കാം. പക്ഷേ ഓരാപത്ത് കാലത്ത് സഹായിച്ചവരെ മറക്കാൻ മനസാക്ഷിയുള്ളവർക്ക് പറ്റത്തില്ല. അതിൻ്റെ വില മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അപ്പച്ചനോട് അവൾ പറഞ്ഞോ? അത്രയൊന്നും അവൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ കല്യാണം കഴിക്കേണ്ട സമയം വരുമ്പോൾ അവനായിരിക്കും മുന്നിൽ. നമുക്കത് പറ്റില്ലെന്ന് അപ്പച്ചൻ അവളോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അവളോട്, നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമുക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ.
അപ്പോഴെന്തു പറഞ്ഞു? ഞാനും നീയുമായി എന്നും ക്രിസ്ത്യാനികളെ അല്ലെന്ന അവളുടെ അഭിപ്രായം. കുട്ടിച്ചായൻ വെളിപ്പെടുത്തി. അവൾക്ക് എന്താ കുഴപ്പമുണ്ട് അല്ലേ അപ്പച്ച? ഒരു ദിവസം അവളോട് തർക്കത്തിന് വന്നു. ഞാൻ ഈ തോട്ടിൽ ചെക്ക് ഡാം കെട്ടിയത് ശരിയല്ല, തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അവളുടെ ആരോപണം. നമ്മളത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? അവൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അവൾ അനാഥാലയത്തിൽ വളർന്നതിൻ്റെ കുഴപ്പമാണ്. ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കണ്ടും കേട്ടും അനുഭവിച്ചുമല്ലേ അവൾ വളർന്നത്. അത് കഴിഞ്ഞില്ലേ? ഇപ്പോൾ സുഖമല്ലേ അവൾക്ക്? ഇനി എന്തിനാ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നത്? വിട്ടേക്കണം. പക്ഷേ അവൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും എല്ലാം ശരിയാണല്ലേന്ന്. ഒരു മറുപടിയും നമുക്ക് പറയാനില്ല. അതാണൊരു പ്രശ്നം. സംഗതി ശരിയാണെന്ന് സ്റ്റാൻലിക്കും അറിയാം. അവളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ദേഷ്യം കൊണ്ടോ ഗർവ് കൊണ്ടോ ഉഗ്രശാസന കൊണ്ടോ അവളെ നിശബ്ദനാക്കാനും സാധ്യമല്ല. പക്ഷെ അവളുടെ കല്യാണക്കാര്യത്തിൽ ഞാൻ തന്നെ തീരുമാനമെടുക്കും. പാലക്കാരനുമായിട്ടുള്ള ബന്ധം എന്തായാലും ഞാൻ സമ്മതിക്കില്ല, പ്രത്യേകിച്ചും ആ കുടുംബത്തിൽ നിന്ന്. അതിനെതിരെ ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. അപ്പച്ചന് പറ്റുമെങ്കിൽ പലപ്പോഴായിട്ട് നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക, സ്റ്റാൻലി നിർദ്ദേശിച്ചു. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്യാം, കുട്ടിച്ചാൻ പറഞ്ഞു. ജീപ്പ് ബംഗ്ലാവിലെത്തി. അലീന മണ്ടപ്പനുമായി സംസാരിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഊണ് കഴിക്കേണ്ട സമയമായിരുന്നതിനാൽ അവൾ തിടുക്കത്തിൽ കിച്ചണിലേക്ക് പോയി. ഊണിന് ശേഷം കുട്ടിച്ചാൻ പാത്രം മറിച്ചു നോക്കിക്കൊണ്ട് ഉച്ചമയക്കത്തിന് കാത്തു കിടക്കുമ്പോൾ അലീന മുറിയിലേക്ക് ചെന്നു. വല്യപ്പച്ചന് ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് വർത്തമാനം പറയാം. ഉറക്കം വരുമ്പോൾ നിർത്താം. വർത്തമാനം പറയുന്ന ഒരാളുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുമോ? നല്ല കളിയായി. ചുമ്മാ ഇരുന്ന് മടുക്കുമ്പോഴാണ് ഉറങ്ങുന്നേ. കുട്ടിച്ചാൻ ഉത്സാഹത്തോടെ എഴുന്നേറ്റു. വല്യപ്പച്ചൻ എന്നെ എന്നാ പുനലൂർക്ക് കൊണ്ടുപോകുന്നേ? വല്യപ്പച്ചൻ്റെ തറവാട്ടിൽ. അതിന് നിന്റെ അപ്പൻ സമ്മതിക്കണ്ടേ? അവൻ പിടിക്കുന്ന മുയലിനെല്ലാം 3ഉം 4ഉം കൊമ്പാം. പപ്പയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. വല്യപ്പച്ചൻ റെഡിയാണോ? അതായത് വേറൊരു പ്രശ്നമുള്ളതെന്താണെന്ന് വെച്ചാൽ നിന്റെ കാര്യത്തിൽ എൻ്റെ മക്കളെല്ലാം ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുക. ലാലിച്ചനെ പേടിച്ചിട്ടാണ് അവരിവിടെ വന്ന് ഹിംസിക്കാത്തത്. അവനോടുള്ള ദേഷ്യമെല്ലാം കൂടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് അവർ തീർക്കുന്നത്. ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് എനിക്ക് പറയാൻ വയ്യ. അവരെല്ലാവരും കൂടി എന്നെ കൊല്ലുമോ? അങ്ങനൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് വേണം നിന്റെ ദേഹത്ത് തൊടാൻ. അവർ എന്തു ചെയ്യുമെന്ന് പറ. വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചില്ലെങ്കിലോ? വല്യപ്പച്ചൻ്റെ വീടല്ലേ? വല്യപ്പച്ചൻ അവിടുത്തെ കടുവയായിരുന്നല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പം സ്വത്തെല്ലാം വീതം വെച്ച് മക്കൾക്ക് കൊടുത്തു. വീട് എൻ്റെ പേരിലാണെങ്കിലും ഭരണമൊക്കെ റോബിച്ചനും ഭാര്യയും കൂടിയാണ്. എന്നാലും വല്യപ്പച്ചനൊരു പിടി പാടില്ലേ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു ഇടപാടാണ്. നമ്മൾ അധികാരം വിട്ടുകൊടുത്തത് പിന്നെ നമ്മുടെ വാക്കിന് വില കുറവാണ്. അതെന്തിനാ വിട്ടുകൊടുത്തത്? അവർക്കും ഭരിക്കണ്ടേ? ഞാൻ ഏതാണ്ട് 40 കൊല്ലത്തോളം എല്ലാം കൈവശം വെച്ച് ഭരിച്ചു. ഒരു 25 കൊല്ലമെങ്കിലും അവരും ഭരിക്കട്ടെ. എൻ്റെ മക്കളല്ലേ? കുട്ടിച്ചാൻ പറഞ്ഞു. പുരുഷൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനെ 4ആയിട്ട് തിരിക്കാം. കുതിര, കഴുത, പട്ടി, മൂങ്ങ. അതൊന്ന് വിസ്തരിച്ച് പറ, ഞാൻ കേട്ടിട്ടില്ലല്ലോ. അല്ല, എനിക്ക് ഉത്സാഹമായി. കുതിരയെന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടി മറിഞ്ഞ് മതിച്ച് കിടന്ന കാലമാണ് കല്യാണം വരെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കഴുതിയാണ്. വീടുണ്ടാക്കണം, മക്കളെ പഠിപ്പിച്ച് വളർത്തണം, അവർക്ക് വേണ്ടി വല്ലതും സമ്പാദിക്കണം, കഴുതിയെ പോലെ പണിയെടുക്കുക. മക്കളെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തു കൊടുത്താൽ പിന്നെ പട്ടിയാണ്. മക്കൾ കുടുംബം പോകുന്നു വരുന്നു, അവരുടെ മക്കളെ വളർത്തുന്നു, നമ്മൾ വീട്ടുകാവുന്നു. ഒരാൾ വല്ലപ്പോഴും ചന്തയിൽ പോകാനും അത് കഴിഞ്ഞാൽ പിന്നെ മൂങ്ങ. ഇടതൂർന്ന് ഒരിടുങ്ങിയ മുറിയും ഒരു പാളി ജനലും ഒരു പഴയ കട്ടിലും. എഴുന്നേൽക്കാൻ വേണമെങ്കിലും ആരെങ്കിലും പിടിക്കണം. പാതിരയായ ഇരുട്ടത്ത് തന്നെ ഒറ്റയ്ക്കൊരു കിടപ്പാം. ഇടയ്ക്കിടയ്ക്ക് മക്കളോ ബന്ധുക്കളോ ഒക്കെ സന്ദർശിക്കാൻ വരും. എന്നിട്ട് ചോദിക്കും, സുഖമാണോ വല്യപ്പച്ച? നമ്മൾ ചുമ്മാ മൂളും. വല്യപ്പച്ചൻ എന്നെ ഓർക്കുന്നുണ്ടോ? അപ്പോഴും ഇതാണ് മൂങ്ങ. അയ്യോ കഷ്ടം. വല്യപ്പച്ചൻ ഇപ്പോൾ ഏതവസ്ഥയിലാണ്? പട്ടി. വല്യപ്പച്ചന് വിഷമമുണ്ടോ? അലീന വല്ലായ്മയോട് ചോദിച്ചു. കുട്ടിച്ചായൻ പുഞ്ചിരിച്ചു. എന്തിനാ വിഷമിപ്പിക്കുന്നത്? ഞാനല്ലല്ലോ ആദ്യത്തെ പട്ടി, അവസാനത്തെ പട്ടിയും ഞാനല്ല. എല്ലാവരും ഇത് കടന്നു പോയേ പറ്റൂ. അലീന ദീർഘമായെന്ന് നിശ്വസിച്ചു. വല്യപ്പച്ചൻ്റെ മക്കൾ ആരൊക്കെയാ? എവിടേക്കാ? എവിടെല്ലാം വിസ്തരിച്ച് പറയാമോ? അറിഞ്ഞിട്ടെന്തിനാ? എൻ്റെ കുടുംബത്തിൽ ഒരാൾക്കുണ്ടെന്ന് എനിക്കറിയണ്ടേ? ശരി, പറഞ്ഞേക്കാം. കുട്ടിച്ചായൻ തൻ്റെ മക്കളെപ്പറ്റി അലീനയോട് പറഞ്ഞു തുടങ്ങി. 4 ആൺമക്കൾ, 2 പെൺമക്കൾ. ആൺമക്കളുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ താമസ സ്ഥലങ്ങൾ, ജീവിത നിലവാരം എല്ലാം വിശദമായി അലീന ചോദിച്ചറിഞ്ഞു.
പെൺമക്കളിൽ മൂത്തവൾ കന്യാസ്ത്രീയാകാൻ പോയി. സിസ്റ്റർ മരിയ റോസ്. ലില്ലിക്കുട്ടി എന്ന ശരിക്കുള്ള പേര്. ഇപ്പം വടക്കാം. ബംഗാളിൻ്റെയൊക്കെ വടക്ക്. സ്ഥലപ്പേര് ഞാൻ മറന്നു. അതിനിളയവള് കെട്ടിച്ചു. ഒരു ഗൾഫുകാരനാണ് കിട്ടിയത്. അതുക്കുട്ടിച്ചാൻ വെളിപ്പെടുത്തി. ആ മോളുടെ പേരെന്താ? ഷെറിൻ. റാണിമോളെന്നാ ഞങ്ങളെല്ലാം വിളിക്കുന്നേ. വലിയ പഠിത്തക്കാരിയാ. ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ ഉണ്ടായിരുന്നതാ. ദേഹത്തുടനീളം ഒരു തരിപ്പ് പടരുന്നത് അലീന അറിഞ്ഞു. ഒരു രഹസ്യത്തിൻ്റെ താക്കോൽ കണ്ടെത്തുമ്പോഴൊക്കെ ആത്മഹർഷമാണ്. ഭർത്താവിൻ്റെ പേരോ? ടോണി. മാമച്ചനങ്ങളും ആൻറ്റിയും താനും രേവതിക്കുട്ടിയും കൂടി മൂവാറ്റുപുഴയിൽ പോയി ടോണിയെ കണ്ടത് അലീനയെ ഓർമ്മയിലെത്തി. അവരിപ്പം എവിടെയാ? അലീന ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അവരിങ്ങനെ വന്നും പോയുമൊക്കെ നിൽക്കുന്നു. അതുക്കുട്ടിച്ചാൻ എങ്ങും തൊടാതെ പറഞ്ഞു. ഷെറിൻ ചേച്ചി ഇപ്പം എവിടെയുണ്ട്? ഗൾഫിലാണോ? അതോ? നിനക്കവൾ ചേച്ചിയല്ലേ മോളെ? നിന്റെ ഇളയമയായിട്ട് വരും. അവളിപ്പം വീട്ടിലുണ്ട്. അവന് മാത്രമേ ഉള്ളൂ ജോലി. ഏത് വീട്ടിലാ? ഭർത്താവിൻ്റെ വീട്ടിലാണോ അതോ? പുനലൂരുണ്ട്. അവൻ അവധിക്ക് വരുമ്പോഴേ അവളെ മൂവാറ്റുപുഴയ്ക്ക് പോകത്തുള്ളൂ. അങ്ങനെ പതിവ്. ഇത്രയൊക്കെ പഠിച്ച ഷെറിൻ ആൻറ്റി കൂടി ഗൾഫിൽ ജോലി കിട്ടില്ലായിരുന്നോ? അതിനുവേണ്ടി ശ്രമിച്ചു. അവൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത പോലെയാ. അവനും ഉത്സാഹിച്ചില്ലെന്ന് കരുതിക്കോ. ഷെറിൻ ആൻറ്റിയുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ എത്ര വർഷമായി? ഇപ്പം 3.5 വർഷമായി. എത്ര കുട്ടികളുണ്ട്? 1 2? മക്കളൊന്നുമില്ല. ആര് പറഞ്ഞു ഉണ്ടെന്ന്? വല്യപ്പച്ചൻ കള്ളം പറയുമ്പോൾ ശബ്ദത്തിന് വേണ്ടത്ര ബലമില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അതെന്താ മക്കളില്ലാത്ത? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താമല്ലോ. ഓ, കണ്ട അനാഥ പിള്ളേരെയൊന്നും ദത്തെടുത്ത് വളർത്തേണ്ട ഗതികേട് അവർക്കില്ല. അത് കുട്ടിച്ചാൻ കൂട്ടുവായിട്ടു. വല്യപ്പച്ചൻ അനാഥ കുഞ്ഞുങ്ങളെ വില കുറച്ച് കാണരുത്. ഞാനും ഒരിക്കൽ അനാഥ കുഞ്ഞായിരുന്നു. 23 വർഷം അവിടുത്തെ ചൂറുണ്ടാണ് ഞാൻ വളർന്നത്. അനാഥ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല. ഓരോ അനാഥ കുഞ്ഞിൻ്റെയും ജനനത്തിന് പുറകിൽ ആരുടെയൊക്കെയോ ചതിയുണ്ട്, വഞ്ചനയുണ്ട്, ക്രൂരതയുണ്ട്. അവരുടെ കാണാമറയത്ത് അവരെ പ്രസവിച്ച അമ്മമാരുടെ കരച്ചിലുണ്ട്. അത് കുട്ടിച്ചാൻ ചൂളിപ്പോയി. ഓർക്കാതെയാണെങ്കിലും താൻ അനാഥക്കുട്ടികളെപ്പറ്റി താഴ്ത്തി പറഞ്ഞത് അവളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അയാൾക്ക് വല്ലായ്മ തോന്നി. അവളുടെ മുഖത്ത് നോക്കാൻ മടിച്ച് അയാൾ വിഷണ്ണനായിരുന്നു. അലീന അയാളുടെ കരം ഗ്രഹിച്ചു. സാരമില്ല വല്യപ്പച്ചൻ, അതോർത്ത് വിഷമിക്കേണ്ട. അവൾ സ്വാധീനിപ്പിച്ചു. വല്യപ്പച്ചൻ എന്നെ പുനലൂര് കൊണ്ടുപോകണം. എനിക്ക് എല്ലാവരെയും കാണണം, പ്രത്യേകിച്ച് ഷെറിൻ ആൻറ്റിയെ. എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. എനിക്കൊരു കൂട്ടാകുമല്ലോ. എനിക്ക് ഉറക്കം വരുന്നു. ഞാനൊന്ന് കിടക്കട്ടെ. അതുക്കുട്ടിച്ചാൻ മെത്തയിലേക്ക് ചാഞ്ഞു. പപ്പയോട് ഞാൻ ചോദിച്ച സമ്മതം വാങ്ങിക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ഒന്നിച്ച് പുനലൂർക്ക് പോകും. അലീന തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി.